ഹെൽത്ത് ടിപ്പ് പറയുകയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതെനിക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അനാറെന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ എന്ന് പറയും, പൊമഗ്രനേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ തൊലി നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഫ്രൂട്ട്സ് മാറ്റി വേറെയും വയ്ക്കാം. ഇത് നമുക്ക് കഴിക്കാനെടുക്കാം. ഇതാണ് നമ്മുടെ ഔഷധം. ഇതിനെ നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വിഷമടിച്ച് വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ തൊലി നന്നായി റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകിയെടുക്കാം. നന്നായി അതിൻ്റെ വിഷാംശമെല്ലാം പോകട്ടെ. വെള്ളം അരിച്ചെടുക്കും. ഇപ്പം നമ്മളത് നന്നായി വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വേണ്ടത് ഒരു പാത്രം, നമ്മളിപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കുന്ന പാത്രം, അതിലേക്ക് ഇതിങ്ങനെ പൊട്ടിച്ചിടണം. ഇതിൻ്റെ ഇത് മാത്രം മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കണം. നമുക്ക് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലേക്ക് ഇടാൻ പറ്റും. വെള്ളം വറ്റി വരുന്നുണ്ട്. ഇതിൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇടണ്ട. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അത് 1/4 ഗ്ലാസ് ആയി മാറണം. ഇത് എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ ഉപയോഗിച്ച് ഫലം കിട്ടിയ ഒരു മെഡിസിനാണ്. പിന്നെ പലർക്കും അത് പറഞ്ഞു കൊടുത്ത് നന്നായി എഫക്റ്റീവായിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഒരു വിദ്യയാണ്. നല്ലൊരു മെഡിസിനാണ്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, വിഷവും ഇല്ല. നല്ലൊരു, നമുക്ക് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു മെഡിസിനാണ്. ഇത് കുറുകിക്കഴിഞ്ഞു. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. കുറുകി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് 1/4 കപ്പ്. ഇത് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചാൽ മതി. ചെറിയ ചവർപ്പൊക്കെ കാണും, പക്ഷേ ഭയങ്കര ഇഫക്റ്റീവാണ്. എല്ലാവരും